ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചനം. സാത്താൻ ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ച് ഹവ്വയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം പറഞ്ഞ ആ കാര്യത്തെ ലംഘിപ്പിക്കുക എന്നുള്ളതാണ് സാത്താന്റെ കുടിലതന്ത്രം. കർത്താവിന്റെ വചനത്തെ, കർത്താവിന്റെ കൽപ്പനകളെ, കർത്താവിന്റെ വാക്കുകളെ മനുഷ്യരെ കൊണ്ട് അനുസരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് സാത്താന്റെ കുടിലതന്ത്രം. അനുസരണക്കേട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നേ? പറുദീസ നമുക്ക് നഷ്ടപ്പെടുകയാണ്. മരണം, നമ്മുടെ ആത്മീയ മരണം ഉണ്ടാവുകയാണ്. ഒരു ശാരീരികമായിട്ട് മരിക്കുകയല്ല അവിടെ ചെയ്തത്, അവിടെ ആത്മീയ മരണം സംഭവിക്കുക. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിൽ വെച്ച് കൗശലമേറിയതായിരുന്ന സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ദൈവം പറഞ്ഞവന് മനസ്സിലായി. അവൻ ചോദിക്കുകയും സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടു. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അത് ദൈവത്തിനറിയാം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യരുത് എന്നുള്ള കാര്യം ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണത്തെയോ കൽപ്പനയോ ലംഘിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് അഹങ്കാരം ഉണ്ടാവുള്ളില്. നാം ദൈവത്തെ പോലെ ആയിത്തീർന്നിരിക്കുക. ഇനി എനിക്ക് ആരെ പേടിക്കാനൊന്നുമില്ല. കുമ്പസാരിച്ചില്ലേലും കുർബാന സ്വീകരിച്ചില്ലേലും പള്ളി പോയില്ലേലും ഒരു പ്രശ്നം. ഇങ്ങനെ ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല. ആര് പറയുക? ഉള്ളിലുള്ള അഹങ്കാരം. അന്നേരം ആരെ പോലെയായി? ദൈവത്തെ പോലെ നാം ആയിത്തീർന്നിരിക്കുക. ആര് പറഞ്ഞത് കേട്ടപ്പോഴാ സർപ്പം പറയാൻ നല്ല അനുഭവത്തിലേക്ക് ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരും. ദൈവത്തെ നേരിട്ട് ദർശിച്ച ദൈവത്തോട് ആ സമാധാനത്തില് പറുദീസയില് ആയിരിക്കുക ആദ്യ മാതാപിതാക്കൾ. സാത്താൻ എന്താ ഉണ്ടായേ? ഈ പറുദീസ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് ഇവരും അനുഭവിക്കണ്ട, ഞങ്ങൾക്കില്ലാത്ത സമാധാനം ഇവരനുഭവിക്കണ്ട, ഞങ്ങൾക്കില്ലാത്ത ദൈവിക സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോലെ ഇവർക്ക് നഷ്ടപ്പെടുത്തി കളയണം, ഇവർക്ക് അത് അനുഭവിക്കരുത്. സാത്താന്റെ വലിയ കുടിലതന്ത്രമാണ് പറുദീസ അനുഭവം നഷ്ടപ്പെടുത്തിക്കളെ. അതിനാ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സർപ്പം കടന്നു വരുന്നതിന് വേണ്ടിയാ പറുദീസ അനുഭവം നഷ്ടപ്പെടുത്തണം. അപ്പൊ എന്ത് ചെയ്യണ്ടേ? ദൈവത്തെ പോലെ നാം ആയിത്തീരുക. എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഏത് വൃത്തികേട് കാണിച്ചാലും, ഏത് കള്ളത്തരം കാണിച്ചാലും, ഏത് ചതിയിലും മറ്റുള്ളവരെ അകപ്പെടുത്തിയാലും ഒരു പ്രശ്നവുമില്ല. കാരണം ആരെപ്പോലെ ആയിത്തീർന്നിരിക്കുക? എനിക്ക് മുകളിൽ ആരുമില്ല, ദൈവത്തെക്കാളും ഉപരിയായിട്ടായി തീർന്നിരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരിക. എപ്പോഴാ? കൽപ്പനകൾ, ദൈവം അരുതേ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രവൃത്തി, ആ കാര്യം ലംഘിക്കപ്പെടുമ്പോൾ. എല്ലാം ഭക്ഷിച്ചു, പക്ഷെ ഒന്ന് മാത്രം, 10 പ്രമാണങ്ങള് ദൈവം തന്നിട്ടുണ്ട്. എന്നിട്ട് പറയും 10 പ്രമാണങ്ങള് മാത്രം നിങ്ങൾ ലംഘിക്കരുത്. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ ആരായിത്തീരുക? ദൈവമായിട്ടുള്ള ഉടമ്പടിയോട് ചേർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം പറുദീസ അനുഭവമുള്ള ജീവിതമായിത്തീരുക. കാനാൻ ദേശം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അതിന് കർത്താവ് ഒരു ഉടമ്പടി ഉണ്ടാക്കി നമ്മളെ ഏൽപ്പിക്കുകയും ഈ ഉടമ്പടി ലംഘിക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നേ? നമ്മൾ അന്ധരായി കരമൊന്ന് ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണു തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയില കൂട്ടി തുന്നി അവർ അരക്കച്ചി ഉണ്ടാക്കി. നഗ്നരായിത്തീരുകയാണ്. എപ്പോഴും പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നഗ്നത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പാപം ചെയ്യുമ്പോൾ നഗ്നരായിത്തീരുകയാണ്.
എന്ത് കാണാൻ പറ്റും? പാപം ചെയ്യുമ്പോൾ എന്ത് കാണാൻ പറ്റുന്നേ? ആ ഒരു സൗഭാഗ്യ നൈമിഷിക സുഖത്തിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയും എല്ലാം കാണിച്ചു തരുന്നത് എത്ര ഭയങ്കര സുഖമുള്ള കാര്യമാണ് പാപം ചെയ്യുമ്പോൾ. അതായത് കുറച്ച് സമയത്തേ ഉള്ളൂ. പിന്നെ വരുന്ന എന്താ? ദൈവമായിട്ടുള്ള ബന്ധം, ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് തടസ്സപ്പെടുകയാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിൽ പങ്കുചേരുവാനുള്ള ആ വലിയ അഭിഷേകത്തിൽ നമ്മൾ അകന്നു പോവുകയും പാപം ചെയ്യുമ്പോൾ നിങ്ങൾ മരിക്കും. നിങ്ങളുടെ കണ്ണു തുറക്കപ്പെടും. എങ്ങനെയോ കണ്ണു തുറക്കപ്പെടുന്നത്? പാപത്തെ ആസ്വദിക്കുവാനായിട്ട് ആ മേഖലകളിലേക്ക് കണ്ണു തുറക്കപ്പെടുകയാണ്. ഇപ്പുറത്തെ എന്നെ സംഭവിക്കുന്നത് പറുദീസ അനുഭവം നമുക്ക് നഷ്ടപ്പെടുകയും പറുദീസ നമുക്ക് നഷ്ടപ്പെടുകയും. ഒരു നിമിഷം ഒന്ന് കണ്ണുകളൊന്ന് അടച്ച് പ്രലോഭനത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവം അരുതേന്ന് പറഞ്ഞു തൻ്റെ പുത്രനിലൂടെ തമ്പുരാൻ സംസാരിച്ചു നമ്മോട്. പുത്രൻ പറഞ്ഞ വചനങ്ങളെ ലംഘിക്കുമ്പോൾ, ദൈവം നൽകിയ പ്രമാണങ്ങളെയും കൽപ്പനകളെയും നമ്മൾ ലംഘിച്ച് പാപത്തിൻ്റെ വഴികളിലൂടെ കടന്നുപോയി വ്യാപരിക്കുമ്പോൾ നമ്മൾ എന്തായിത്തീരുക? നഗ്നരായി തീരുകയാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും എന്തിലേക്കുള്ള ഉൾക്കാഴ്ച കിട്ടുന്ന? പാപം ചെയ്യുവാനുള്ള ഒരു ഉൾക്കാഴ്ച കിട്ടുക, ദൈവത്തെ അനുഭവിക്കുവാനുള്ള ആ കാഴ്ച നമുക്ക് നഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും മരിക്കും. പാപം ചെയ്താൽ തീർച്ചയായിട്ടും എന്ത് മരണം ഉണ്ടാകുന്നേ? ആത്മാവിൻ്റെ മരണം ഉണ്ടാവുകയാണ്. ഈ ആത്മാവിനെ, ഈ മരിച്ച ആത്മാവിനെ ഉയർപ്പിക്കുവാനാ അവൻ കാൽവരി മലയുടെ നെറുകയിൽ അവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് അവൻ ബലിയർപ്പിക്കുകയാണ്. കണ്ണടച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഒന്ന് അനുദപിച്ച് കൃപ തരുക കർത്താവ്. ഈ തിരുമണിക്കൂറിൽ അവൻ വലിയ കൃപ നമുക്ക് നൽകുകയും ഈശോയെ ചെയ്തു പോയി ഒത്തിരി വഴികളിലൂടെ കടന്നുപോയി മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. പിശാച് പ്രലോഭനത്തിൽ അകപ്പെടുത്തി നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ ഞങ്ങളെ ഭക്ഷിക്കുവാൻ കൊണ്ടുപോയി അത് ഞങ്ങളെ കൊണ്ട് ഭക്ഷിപ്പിച്ചു. പാപത്തിൻ്റെ കണ്ണുകൾ, പാപത്തെ ആസ്വദിക്കുവാനുള്ള ആ കണ്ണുകൾ, മറ്റൊരു നന്മ മാത്രമേ ഉള്ളൂ കാണാൻ സാധിക്കത്തുള്ളായിരുന്നു. ദൈവത്തെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളായിരുന്നു. പാപത്തിന്റെ ഒരു വഴി പോലും കാണാൻ സാധിക്കത്തില്ലായിരുന്നു. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൈവിട്ട് നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ ഇത് ജഡത്തിന്റെ മോഹമായിരിക്കാം, ജഡത്തിന്റെ താല്പര്യമായിരിക്കാം, ധനമോഹമായിരിക്കാം, ജഡികമായ ആസക്തികളായിരിക്കാം, സ്വയംഭോഗം, സ്വർഗഭോഗം, വ്യഭിചാരം, മദ്യപാനം, മയക്കുമരുന്ന്, പാൻപരാഗ്, പുകവലി. ദൈവം അരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിന്റെ ശരീരം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ശരീരമാകുന്ന ആലയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഈശോയെ, എൻ്റെ ശരീരത്തെ പാപത്തിന് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷങ്ങളിൽ നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ആ വലിയ ചൈതന്യം എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ തരുവാൻ കർത്താവേ, നിന്റെ കാരുണ്യം എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിലുള്ള സകല അന്ധതകൾ നീക്കപ്പെടുകയും യേശുവിനെ കാണുവാനുള്ള ആ വലിയ ഉന്നതമായ കൃപ നമുക്ക് ലഭിക്കുകയും കണ്ണുകളൊന്ന് ഉയർത്തി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവിൻ്റെ മഹത്വത്തിലേക്ക് കണ്ണുകളൊന്ന് ഉയർത്തി ഈശോയെ, അവർ തൻ്റെ അരുമസുതനെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്ക വിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു. ആദ്യ മാതാപിതാക്കള് പാപം ചെയ്തപ്പോൾ പാപത്തിന്റെ കണ്ണുകള്, പാപത്തിലേക്കുള്ള കണ്ണുകള് തുറക്കപ്പെടുകയും ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പറുദീസ നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, ദൈവാനുഭവം പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. ഈശോയെ, ആ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അവിടുന്ന് സ്വയം ബലിയായി, ബലിവസ്തുവായി അവിടുന്ന് തീരുകയാണ്. തന്റെ ഏകജാതൻ ബലിവസ്തുവായി കുരിശിൽ കിടക്കുകയാണ്. എനിക്ക് പകരക്കാരനായി ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവരി മലയുടെ നെറുകയിൽ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് രക്ഷയുടെ അഭിഷേകം ഞങ്ങൾക്ക് പകർന്നു തരിക. ഒന്ന് കരമൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്വരം ഉയർത്തി അഭിഷേകം പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവനെ കുരിശിൽ കയറ്റി പാപപരിഹാരത്തിനായി ബലിയൊക്കെ അർപ്പിച്ചവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവനെ അടക്കി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം ഇവർ അറിഞ്ഞ് നന്മയായിട്ട് കിടന്നൊരു പ്രവാചകൻ, ദൈവത്തിന്റെ സാന്നിധ്യം പല രീതിയിൽ അവരെ മനസ്സിലാക്കുകയും. പക്ഷേ അദ്ദേഹം മരിച്ചു. ലക്ഷ്യബോധമില്ലാതെ അവർ മുന്നോട്ട് പോവുകയാണ്. കാരണം എന്താ? അവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല. ഉയർത്തെഴുന്നേറ്റവരെ കാണുവാൻ, അനുഭവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ തമ്പുരാൻ ഈശോ ചെയ്ത് ഇവരുടെ കൂടെ പോവുകയാണ്. ഇവർ ഈ കാര്യങ്ങളെല്ലാം പറയാൻ സംഭവിച്ചത്, ഈശോയെ കുറിച്ച് തറച്ചതും ഒരു ഗെത്സമനേ മുതൽ ഗാഗുൽത്ത വരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും ഇവരെ അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ കടന്നു പോവുകയാണ്. ഇവരുടെ അടുത്ത് ചെന്ന് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർക്ക് വെളിപ്പെടുത്തി ബോധ്യപ്പെടുത്തി കർത്താവ് കൊടുക്കുകയും. ഇവിടെ എന്തൊരു അവസ്ഥയാണ്! നമ്മളെ ഈ വചനം കേട്ടിട്ട് ഇവർക്ക് യേശുവിനെ കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അനുഭവിക്കുവാൻ, തന്റെ കൂടെ നടന്ന തമ്പുരാനെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? ഒരു ആത്മീയ അന്ധത ബാധിച്ചിട്ടുണ്ട്. കാരണം ലോകത്തോടുള്ള ആ വലിയ താല്പര്യം ആദ്യമാതാപിതാക്കൾ കടന്നു വന്നപ്പോൾ ഈ ദൈവത്തെ അനുഭവിക്കാൻ പറ്റില്ല. കാരണം എന്താ സംഭവിച്ചേ? നന്മ തിന്മകളെ കുറിച്ച് ഉള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ തിന്മ അനുഭവിച്ച് ഇങ്ങനെ ഇവരെ യാത്ര ചെയ്യുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? തലമുറകളിലേക്ക് കർത്താവിന്റെ കർത്താവിന്റെ കൃപ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇവർക്ക് ഈശോയെ അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവർ ഒത്തിരി പ്രശ്നമൊക്കെ ഉണ്ടായി. ഇവരെ ഇങ്ങോട്ട് പോകുന്നവർക്കറിയത്തില്ല. ഇവര് സത്രത്തിലെത്തിയപ്പോൾ ഈശോയെ അവർ ഈശോ പിന്നെ മുന്നോട്ട് ഈശോയെ യാത്ര ചെയ്യുകയാണ്. അവർക്ക് മനസ്സിലായി, പോകും, ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിന് നല്ലതാ. ഈശോ അവരുടെ കൂടെ പോയിരിക്കുക. അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. കരമൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കാമോ? ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 30 മുതലുള്ള തിരുവചനം. അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ആരെ കാണുവാനാ? യേശുവിനെ കാണുവാനുള്ള കണ്ണുകള് അവർക്ക് തുറക്കപ്പെടുകയാണ്. മറ്റൊരെന്ത് കാണാനുള്ള കണ്ണ് തുറന്നേ? നന്മതിന്മകളുടെ അറിവിന്റെ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞു. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിങ്ങൾ ഭക്ഷിക്കരുത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ദൈവം പറയുകയാണ്. അവര് ഭക്ഷിച്ചപ്പോൾ അവര് നഗ്നരായി തീരുക. നഗ്നരാണെന്നുള്ള ആ വലിയ ബോധ്യത്തിലേക്ക് ഇവർ കടന്നു. കാരണം പാപം ചെയ്യുമ്പോൾ കടന്നൊരു നഗ്നതയെ ദൈവ അഭിഷേകം, ദൈവാനുഗ്രഹം നഷ്ടപ്പെടുകയാണ്. ദൈവാനുഗ്രഹം നഷ്ടപ്പെടുന്നത് സംഭവിക്കുന്ന നഗ്നത അനുഭവപ്പെടുകയാണ്. പല കാര്യങ്ങളിലും നഗ്നരായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുക, സ്വയം തോന്നുക ഞാൻ നഗ്നരാണെന്ന് തോന്നുക. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അത്തിയില പറിച്ച് അവരെടുക്കുക. ഇവിടെ ഈശോ കൂടെ പോവുകയും ഈ നഗ്നതയെ, ഈ അന്ധതയെ മാറ്റിക്കളയുവാൻ, ദൈവത്തെ കാണുവാനുള്ള ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു കാഴ്ച ശക്തി ഇവർക്ക് നഷ്ടപ്പെട്ടു. അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവരുടെ നാവിലേക്ക്, അവരുടെ അധരത്തിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട ആ കാഴ്ചപ്പാട്, ദൈവിക കാഴ്ചപ്പാട് ദൈവം തിരികെ കൊടുക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണെന്ന് വ്യക്തമാക്കുകയാണ്. പുരോഹിതൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ഒരു ദൈവവേദന്റെ നാവിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും ആരെ കാണുവാനുള്ള കണ്ണുകളാ? എന്നെ രക്ഷിക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ കാണുവാനുള്ള കണ്ണുകള് തുറക്കപ്പെടുകയും ഉൾക്കാഴ്ചയുണ്ടാവുകയും കരമൊന്നുയർത്തി ഈ വലിയ ദൈവിക രഹസ്യത്തെ ഓർത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. ഹല്ലേലൂയ സ്വരമുയർത്തി പ്രാർത്ഥിച്ച്, സ്വരമുയർത്തി സ്തുതിച്ച്, ഹല്ലേലൂയ സ്വരമുയർത്തി അഭിഷേകത്തോടെ സ്തുതിച്ച്, കൃപ പറയപ്പെട്ടതേ, ഹല്ലേലൂയ.
ആശീർവദിച്ച് മുറിച്ച് അവരുടെ നാവിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചേ? അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടതിന് ശേഷം അവൻ അവിടുന്ന് അപ്രത്യക്ഷനായി. പിന്നീട് അവൻ എവിടെ വസിക്കുന്നേ? അവൻ അപ്പത്തിലായി തീർന്നിരിക്കുകയാണ്. അപ്പത്തിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ ശരീരത്തിലേക്ക് കർത്താവിന്റെ കൃപ വന്ന് നിറയപ്പെടും. ദൈവ സാന്നിധ്യം ശരീരത്തിലെ പിന്നെ അവനെ കാണാൻ സാധിച്ചോ? പിന്നെ അവനെ എവിടെ വസിക്കുന്നേ? വചനം അവരുടെ ശരീരത്തിൽ വസിക്കുവാൻ തുടങ്ങിയെന്ന് തിരുലിഖിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ശരീരത്തിൽ വസിക്കുക. അപ്പൊ ദൈവം എന്റെ കൂടെ വസിക്കുമ്പോൾ എന്നെ സംഭവിക്കുന്നേ? തകർച്ചകള്, പാപത്തോടുള്ള ആസക്തി, ജനികമായ താല്പര്യങ്ങള് ശരീരം വിട്ടുമാറിപ്പോവുക. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞാൽ, ബ്രദറെ എന്റെ ഭർത്താവിനെ അറിയത്തില്ലേ, എന്തു വലിയ മദ്യപാനിയായി. പക്ഷെ പ്രാർത്ഥനയോട് ചേർന്ന് കൗൺസിലിംഗ് എടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്